ഹായ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിതിപ്പം ഈ വാഴ വെച്ചിട്ട് 1.5 മാസമായിട്ടുണ്ട്. ഒന്നേ മുക്കാൽ മാസമായി. അതൊരു 16 മഞ്ചരിക്കുള്ളിലും ബാക്കി ഞാലിപ്പൂവനെ വെച്ചേക്കുന്നത്. അതിന് നമ്മളിപ്പം ഫസ്റ്റ് വളവിടാൻ പോകും. ഫസ്റ്റ് വളവിടുന്ന മഴയായതുകൊണ്ട് നമ്മൾ അതിനിപ്പം കുറച്ച് കോഴിക്കാഷ്ടം ഇറക്കിയിട്ടുണ്ട്. ആ കോഴിക്കാഷ്ടം ഇടാനുള്ള പരിപാടിയാണ്. അതാകുമ്പോൾ ഇട്ട് മഴയത്ത് നല്ലല്ലേ കോഴിക്കാഷ്ടം ഇട്ടാൽ. അതുകൊണ്ട് കോഴിക്കാഷ്ടമാണ് ആദ്യമായിട്ട് നമ്മൾ ഇടാൻ ഉപയോഗിക്കുന്നത്. മഴയായിട്ട് മാത്രമാണ് കോഴിക്കാഷ്ടം ഇടുന്നത്. അത് ഇപ്പം രാസവളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തം മണ്ണിലേക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം കോഴിക്കാഷ്ടം ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് അല്ലാതെ രാസവളം കൂടി ഇടാനുള്ള പ്ലാനാണ്. അങ്ങനെ കോഴിക്കാഷ്ടം നമ്മളങ്ങനെ റെഡി ആയിക്കൊണ്ട് വെച്ചേക്കുക. ഇതിന് ഇടാനുള്ള കോഴിക്കാഷ്ടമായിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മൾ ഇടാനുള്ള തയ്യാറെടുപ്പാണ്. ഒന്ന് കുടഞ്ഞിട്ടിട്ട് രാവിലെ ചാറ്റമഴയുണ്ട്. ഈ കോഴിക്കാഷ്ടം മഴയത്തിട്ട് കഴിഞ്ഞാൽ കോഴിക്കാഷ്ടം നല്ല ചൂടാണല്ലോ. നൈട്രജനാണ് കോഴിക്കാഷ്ടം അത് കൂടുതൽ. മഴ തരുമ്പോൾ ചൂടാണ്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമ്മൾ മഴയത്തിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് വളം പിടിക്കുകയും ചെയ്യും, വാഴക്ക് ചൂട് കുറയും ചെയ്യും. നമ്മൾ ഫാമിൽ നിന്ന് എടുത്താണ്. ഫാമിൽ നിന്ന് എടുത്ത കാഷ്ടമാണ്. ഇറച്ചിക്കോഴികളെ വിരിക്കുന്ന ഈ ഫാമുണ്ടല്ലോ, ആ ഫാമിൽ നിന്ന് എടുത്ത വളമാണ്. അത് നമ്മൾ കുറച്ച് എല്ലാത്തിനും കുറച്ച് ഇടാനുള്ള പ്ലാനാണ്. നല്ല ഇതാണ്. ഒരു അരച്ചട്ടി വെച്ച് എല്ലാത്തിനും ഇടാനുള്ള പരിപാടി. ശകലം ഇത് ഗ്യാപ്പിട്ട് എടുത്തുള്ളൂ. 4 സൈഡും ഗ്യാപ്പിട്ട് ഇട്ട് കഴിഞ്ഞാൽ മഴയത്ത് അങ്ങ് സെറ്റായിക്കോളും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു രാസവളം ചെയ്യാം. ആദ്യം മഴയായിട്ട് കോഴിക്കാഷ്ടം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് പിടിച്ചോളും. ചപ്പൊക്കെ ഉണ്ട്, അതിനെ മണ്ടക്കുണം ഇടുക. ചപ്പോട് ഉൾപ്പെടെ അങ്ങ് ദ്രവിച്ചിറങ്ങിക്കോളല്ലോ കോഴിക്കാഷ്ടം കിട്ടുമ്പോൾ. അതിനുവേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. കോഴിക്കാഷ്ടം ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെവിടിനോട് ചേർത്തിടരുത്. ചെവിടിനോട് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. മഴയാണ്ട് കുഴപ്പമില്ല, ചൂട് സമയത്തൊക്കെ ഇടുമെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചു വിടും. നമ്മുടെ ഉദ്ദേശം ഒരു അരച്ചട്ടി ഇല്ല, അങ്ങനെ അരച്ചട്ടിയോളം മാറി ഉദ്ദേശം വെച്ച് ഇടുക എല്ലാത്തിനും. ഇപ്പോൾ 1.5-2 മാസം ആകാൻ പോകുന്നേ ഉള്ളൂ വാഴ. ഫസ്റ്റ് ട്രിപ്പ് വളം ചെയ്യാമെങ്കിൽ പിന്നെ സെക്കൻഡ് ഇപ്പോൾ 10-15 ഒരു മാസം മഴയൊന്നും വലുതായിട്ട് മഴ നിൽക്കുന്ന സമയത്ത് ഇടാൻ കരുതി. ഇപ്പിട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. നമ്മളിനി കുറച്ചെണ്ണത്തിനും കൂടെ ഇത്ര ഇട്ട് തീർന്നു. ഇനിയിപ്പം ഒരു 3 പേർക്കും കൂടെ ഉള്ളു ഇടാൻ. അത് പെട്ടെന്ന് ഇട്ട് സെറ്റാക്കണം. മഴയുടെ ലക്ഷണമുണ്ട് രാവിലെ, മഴയുടെ ഒരു കൂരപ്പം. അതിന് മുമ്പ് ഇട്ട് സെറ്റാക്കി എടുക്കണം. എന്നാലേ മഴ കഴിയുമ്പം ഈ കോഴിക്കാഷ്ടം മഴയത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കൊന്നും വേണ്ട. നല്ലപോലെ തണുപ്പ് കിട്ടണം. അതാണ് കോഴിക്കാഷ്ടം നല്ല വളമാണ്. ഫാമിൽ നിന്ന് എടുത്താൽ വേണ്ടി നല്ല അടിപൊളി കിണ്ണം വളമാണ്. നമ്മൾ അരച്ചട്ടി വെച്ച് ഇടുന്നത്, എല്ലാത്തിനും അരച്ചട്ടി സെറ്റാക്കി ഇടുക. മഴയാണ്ട് ഇച്ചിരി കൂടി പോയാലും കുഴപ്പമില്ല, കാഷ്ടരിപ്പുണ്ട് ആവശ്യം പോലെ.
കുറച്ചിട്ടുള്ള മൂടിൽ ഞാൻ 3 ചാക്ക് 4 ചാക്ക് കൊഴുക്കാട്ടം തീർന്നു. മൊത്തം 99 മൂടുണ്ട്. 20 മഞ്ചരിക്കുള്ളനും ബാക്കി ഞാലിപ്പൂവിനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 പൂവമഴയുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഇട്ട് കഴിഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മുടെ കഴിഞ്ഞ മാസം 1.5 മാസം മുമ്പ് 1.5 മാസം മുമ്പ് ഇട്ട വാഴയ്ക്കാണ് ഫസ്റ്റ് വളവ് ചെയ്തത്. വാഴ ഇത്രയും വളർന്നിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഫസ്റ്റ് വളം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളടുത്ത് എന്തെങ്കിലും രാസവളം ഇടണം. മഴയാണ് നമ്മൾ ഈ കോഴിക്കാശ് ഇട്ടത്. എൻ്റെ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും അടുത്ത വിശേഷമായി വീണ്ടും കാണാം. താങ്ക് യു.